ഇതിന്റെ കാര്യമേ രണ്ട് ഫോട്ടോകൾ ഒരു ബ്ലെൻഡ് ചെയ്തു. രണ്ട് ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ ഒരുപാട് ദൂരെ ബാക്കിൽ രണ്ടുപേര് നിൽക്കുന്നു. അത് പൾസർ സുനിയാണെന്ന് ധ്വനിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ചു വെച്ചു. പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ട് വെച്ചു. എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബിജു മേനോൻ നമ്മുടെ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അത്രേ, അതുകൊണ്ട് 4 ആഴ്ചയാക്കി ജാമ്യം കൊടുക്കരുത്. കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റൂ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ വിചാരിക്കും. ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ്. ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ DGP ആയിരുന്നൊരു വ്യക്തിയല്ലേ, ശ്രീലേഖ മാഡം അല്ലേ പറഞ്ഞത്. പോലീസിലെ DGP ആയിരുന്നൊരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു. ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത്? ഇത് സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ? പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ? അതായത് ഈ ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ? എന്നിട്ട് 8 വർഷത്തോളം ശ്രീ ദിലീപിനെയും കുടുംബത്തെയും വേട്ടയാടിയതിനു ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി വളരെ കൃത്യമായൊരു വിധി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജഡ്ജി, ആ സിറ്റിംഗ് ജഡ്ജിയുടെ പേര് പറയുന്നില്ല, എന്നോട് പറഞ്ഞു വനിതകളുടെ ഒന്നും പേര് പറയരുത്, അതുകൊണ്ട് നീ വനിതകളുടെ ഒന്നും പേര് പറയരുത്, എന്തെങ്കിലും രീതിയിൽ കേസ് അട്രാക്ട് ചെയ്തു. അതുകൊണ്ട് ആ സിറ്റിംഗ് ജഡ്ജി, എനിക്ക് വളരെ ആദരവുള്ള ആ സിറ്റിംഗ് ജഡ്ജിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം, അവരുടെ വീട്ടുകാർക്കെതിരെ അടക്കം അധിക്ഷേപം നടത്തിയിട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നിവേദനവും പരാതിയും കൊടുത്തു. ആർക്കെതിരെയെങ്കിലും ആക്ഷൻ എടുത്തു? ഒരു സിറ്റിംഗ് ജഡ്ജിയല്ലേ. എനിക്കെതിരെ സത്യമല്ലാത്തൊരു കേസ് വന്നു, കള്ളക്കേസെന്ന് സത്യമല്ലാത്തൊരു കേസ് വന്നു. ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ ഇത്രയധികം അധിക്ഷേപങ്ങൾ, മോശം, വീട്ടുകാരെ കുറ്റം പറഞ്ഞു, പല രീതിയിൽ അവരെ അധിക്ഷേപിച്ചു, എന്തെങ്കിലും ആക്ഷൻ എടുത്തു? അതെന്താ അങ്ങനെ? ഏതെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ വേണ്ടേ? ഇവിടെയാണ് ശ്രീമതി KR മീര ഷാരനെ കൊന്നത് ശരിയായി എന്നും ഷാരനെ കൊന്നത് മറ്റേ വിഷം കൊടുത്തു കൊന്നതിനെ ചിരിച്ചുകൊണ്ട് ന്യായീകരിച്ചിട്ട് കേസ് എടുക്കണ്ട, FIR രജിസ്റ്റർ ചെയ്തില്ല. ഞാൻ കൊണ്ട് പരാതി കൊടുത്തു, 7 ദിവസം എടുത്തു എനിക്ക് പരാതി രജിസ്റ്റർ ചെയ്തു എന്ന് തരാൻ. പോലീസുകാർക്ക് പേടിയാണ്, ഇനി എടുത്താൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന, 8 വർഷത്തോളമായി കേസ് നടത്തി തൻ്റെ നിരപരാധിത്വം തെളിയിച്ച ശ്രീ ദിലീപിനെ ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട്, അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് നന്നായിട്ട് അറിയാം ആരാണെന്ന്, ഞാൻ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പക്ഷേ പറയുന്നില്ല. ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട്. പക്ഷേ ആ കേസിൽ, ദിലീപിൻ്റെ കേസിൽ വിധി പറഞ്ഞ വനിതാ ജഡ്ജിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന ചിലരുണ്ട്. ആർക്കെങ്കിലും എതിരെ നടപടി സ്വീകരിച്ചു? ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ സൈബർ ആക്രമണത്തിന് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പരാതിയും നിവേദനവും നൽകിയിട്ട് എന്തെങ്കിലും ഒരു നടപടി, ഞാൻ വിഷമത്തോടെയാണ് ചോദിക്കുന്നത്, കണ്ണിൽ പൊടിയിടാനെങ്കിലും സ്വീകരിച്ചു? അതായത് പ്രത്യേകിച്ച് നടപടിയൊക്കെ ചില കണ്ണിൽ പൊടിയിടാൻ സ്വീകരിച്ചു, അങ്ങനെയെങ്കിലും സ്വീകരിച്ചു? ഇനിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പീഡന ആരോപണങ്ങൾ നിലനിൽക്കുമോ എന്ന് കോടതി പോലും സംശയം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ വേട്ടയാടലും ക്യാമ്പയിനും അവസാനിപ്പിക്കും. ഞാനപ്പോൾ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇനി എൻ്റെ ഒരു ഇതും കൂടെയുണ്ട്. ഓർക്കുക, നാളെ ഇനി ഒരു കാര്യം കൂടി, എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കിപ്പോഴും ലീഗൽ ഡൗട്ടാണ്. ഞാൻ 4 പേരുടെ കേസ് എന്നാൽ കഴിയുന്ന വിധം ജയിൽ കിടന്നവരിൽ നിന്ന് ഏറ്റെടുക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ സംസാരിച്ചു, ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ്. 20 വർഷമൊക്കെ വ്യാജ പോക്സോ കേസിൽ കിട്ടിയ 22, 23 വയസ്സായ പിള്ളേരവിടെ കിടപ്പുണ്ട്. എന്തൊരു ഗതികേടാണ്. അതായത് അവനും ഒരു പെൺകുട്ടിക്ക് തമ്മിൽ ഇഷ്ടമാണ്, ഒന്ന് പീഡനം ഒന്ന് പോക്സോ ഇഷ്ടമാണ്. അവരുടെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇതിന് എതിർപ്പാണ്, സ്വാഭാവികമാണ്. ഞാനും വൈഫ് ദീപയും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു, വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു, പിന്നീട് സമ്മതിച്ചതാണ്. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവനെതിരെ പീഡന പരാതി കൊണ്ട് കൊടുത്തു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പീഡന പരാതി കൊണ്ട് കൊടുത്തു. എന്നിട്ട് പണ്ട് തൊട്ടേ അഫെയർ ആയിരുന്നുകൊണ്ട് 17-ാം വയസ്സിൽ പോക്സോ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. 20 വർഷം അടിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തെ വിധി ഒന്ന് ചിന്തിക്കാമോ? നാളെ നമ്മുടെ മകനോ നമ്മുടെ അനിയനോ നമ്മുടെ സഹോദരനോ ആണത് വരുന്നതെങ്കിൽ 20 വർഷം കോടതിയുടെ വിധി വരുന്നത് ഒന്നുമില്ല. ഇനി വേറൊരു കൗതുകമുള്ളൊരു കാര്യമുണ്ട്. പേര് പറഞ്ഞാലേ എൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു മുസ്ലിം നൗഫൽ എന്നാണ് പേര്, ഒരു പയ്യനാണ്. കാര്യം 17 വയസ്സുള്ള അവൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ഭാര്യയാണ്, അതായത് അവൻ്റെ സ്വന്തം ഭാര്യ. ആ ഭാര്യയാണ് ഇവരുടെ സ്ഥിരം പഠിച്ചത്. ഞാൻ ചോദിച്ചു, എന്താ അവനെ പോക്സോയിൽ വന്നത്? ചേട്ടാ, എൻ്റെ വൈഫാണ്, അവൾ +2 പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ കൗൺസിലിംഗ് എന്നൊരു പരിപാടിയുണ്ട്. ആ കൗൺസിലിങ്ങിന് പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ അവർക്ക് മിനിമലായിട്ട് പരസ്പരം ഷെയറിംഗ് ഓഫ് അഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ഷെയറിംഗ് ഓഫ് അഫെക്ഷൻ, പ്രൈവറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ കുട്ടി കൗൺസിലിങ്ങിൽ പറഞ്ഞ ആൾ പോക്സോയ്ക്ക് റിപ്പോർട്ട് ചെയ്തു, അവനെ അറസ്റ്റ് ചെയ്തു. ഇപ്പം ഇവനെ കാണാൻ വരുന്നത് ഇവൻ പോക്സോ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഭാര്യയും ഭാര്യയുടെ അച്ഛനും കൂടെയാണ്. വീട്ടുകാർക്ക് പ്രശ്നമില്ല, അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല, കുട്ടിക്ക് പ്രശ്നമില്ല, കല്യാണം കഴിച്ചു, ഇപ്പോൾ അവൻ്റെ ഭാര്യയാണ്, ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. കൂടുതലൊന്നും അപ്പുറത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന കാര്യമാണ് പറയുന്നത്.
ഇവിടെ ഞാൻ മെഡിക്കൽ കോളേജ്, ഞാൻ 4 സ്ഥലങ്ങളിൽ കിടന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്ത് കിടന്ന മെൻ്റലി കുറച്ച് ബുദ്ധിമാന്ദ്യമുള്ള കൂലിപ്പണിക്ക് പോകുന്ന ഒരുത്തനുണ്ട്. ആ കൂലിപ്പണിക്ക് പോകുന്ന ആള് ഇപ്പോഴും മെഡിക്കൽ കോളേജ് കിടപ്പോൾ നിങ്ങൾ പോയാൽ കാണാം. കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തി, ഇവൻ ഈ സ്കൂളിലെ പിള്ളേർ അവനെ സ്ഥിരം ഇങ്ങനെ കളിയാക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും. അവൻ പേടിച്ച് ഒരു കുട്ടിയെ പിള്ളേർ പേടിപ്പിച്ചപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, അതായത് എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അവന് പോക്സോ 20 വർഷം ഇവിടെ കിടന്നു. ഇത് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരും കൂടെ പറയാം. പേരടക്കം ഞാൻ എഴുതി വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇനി അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസിൽ ഇന്റർഫിയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പേര് പറയാത്തത്. ഇതൊക്കെ നമുക്ക് സംഭവിച്ചുകൂടെ? ഇത് എൻ്റെ മക്കൾക്ക്, എൻ്റെ വീട്ടിൽ 2 ആൺകുട്ടികളാണ് വളർന്നു വരുന്നത്. ഇനി നാളെ അവന് 17 വയസ്സോ 16 വയസ്സുള്ളപ്പോഴും എന്തെങ്കിലും പിള്ളേരല്ലേ, നിങ്ങളൊക്കെ +2 പഠിക്കുമ്പം മറ്റേ ശ്രീരാമനും ഹരിചന്ദ്രനൊക്കെ ആയിരുന്നു, ഞാനായിരുന്നില്ല. നമുക്കൊക്കെ അത്യാവശ്യം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലെന്നോ ആ പെൺകുട്ടി ഞാനും തമ്മിൽ ഉടക്കി ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ 20 വർഷമാണ്. പിന്നെ വർഷങ്ങളെടുക്കും ജാമ്യം കിട്ടാൻ. അങ്ങനെ ഒരുത്തൻ ഇവിടെ ഹാർട്ട് സർജറി ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിലായിരുന്നു, ഇപ്പം പൂജപ്പുരയിലേക്ക് പോയി. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവന് ദേഷ്യമാണ്. ഇവർ മാറുന്നില്ല. പെൺകുട്ടിയുടെ പേരിൽ അച്ഛനും അമ്മയും നിന്ന് പരാതി കൊടുത്തു. ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷ കഴിഞ്ഞ് 1.5 വർഷമായിട്ട് കിടക്കുക. ഒരു മനുഷ്യജീവിതം ഇല്ലാതാകുകയല്ലേ? അപ്പം ആ മനുഷ്യജീവിതം ഇല്ലാതാകുന്ന കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത്, നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു കാര്യം കൂടെ, ആളുടെ പേരെടുത്ത് പറയാൻ ഞാൻ പറയാം. നമ്മളിൽ ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളിൽ ഒന്നിൻ്റെ ഏറ്റവും തലതൊട്ടപ്പനായ ഏറ്റവും മികച്ച ആങ്കറിൽ ഒരാളായ എൻ്റെ സീനിയർ ആയിരുന്നു പുള്ളി. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ YMCA അടക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും ഒരു പ്രമുഖ റിപ്പോർട്ടർക്കും എതിരെ ഇതേപോലെ വ്യാജ ബോക്സോ ഒന്നില്ലേ? അത് വരുമ്പോഴേ അതിൻ്റെ വേദന അറിയൂ. പക്ഷേ അവർക്ക് ആ വേദന അറിഞ്ഞോന്ന് എനിക്കറിയില്ല. കാര്യം അവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ഒരു വേദന പലപ്പോഴും അവർക്ക് ഉണ്ടായിട്ടൊന്നും തോന്നില്ല വേറൊരാളുടെ കാര്യത്തിൽ ഇത് പറയുമ്പോൾ. നാളെ നിങ്ങൾക്ക് വന്നാലോ, ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ്, പുള്ളിക്ക് മാത്രമല്ല പുള്ളിയുടെ മേളിലിരിക്കുന്ന എൻ്റെ സീനിയറായ പഠിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും പുള്ളിയെ 1-ാം പ്രതിയാക്കി പോക്സോ. പുള്ളിക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയും പ്രൊഫസറും അല്ലെങ്കിൽ നല്ലൊരു ചാനലും ബാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് കിട്ടി. ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് പോയെങ്കിലോ. എന്തിന് മുകേഷിൻ്റെ കാര്യം കൂടെ വേറെ തത്വമൊന്നുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പേര് പറയാൻ കഴിയുന്ന ഒരാൾ എനിക്കുള്ളതുകൊണ്ട് മുകേഷിൻ്റെ കാര്യം. മുകേഷ് ഒരു ആൽബത്തിൽ പോയി അഭിനയിച്ചതാണ്. എത്ര 6 മാസത്തിന് ശേഷം 6 മാസത്തിന് ശേഷം ഒരു പോക്സ്. ഈ മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആ പയ്യൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആ പയ്യൻ എന്നെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ എന്തുവാടാ നീ ചെയ്യുന്നത്? ചേട്ടാ നമ്മൾ തമ്മിലൊരു ചെറിയ പ്രശ്നം. ഞാൻ പറഞ്ഞു, പ്രശ്നം ഉണ്ടായി ഇനി അടിച്ചത് വേണമെങ്കിൽ 2 അടി കൊടുത്ത് തീർക്കും. ബോക്സ് കൊടുക്കും, വ്യാജ ബോക്സ് കൊടുത്താണോ തീർക്കുന്നത്? ദൈവം സഹായിച്ച് കോടതികളുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കോടതി ഇടപെട്ട് മുകേഷിനെതിരെയുള്ള പോക്സോ മാറ്റി. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കി, വീട്ടുകാരൊക്കെ ഇല്ലേ? വീട്ടിൽ മോളും മകനും ഒക്കെ ഇല്ലേ? അല്ലെങ്കിൽ വീട്ടുകാരും മക്കളും. ചാച്ചി ബോക്സോ ഇല്ല. ചാർജ് ബോക്സോ ഇല്ലെന്ന് മാത്രമല്ല, അത് കോടതി അത് അംഗീകരിച്ച് എടുത്തു മാറ്റി പോലീസ് റിപ്പോർട്ടും കൊടുത്തു. എന്നിട്ട് എന്താ ഇപ്പോൾ ഇട്ടേന്നറിയോ? സാമൂഹ്യ മാധ്യമങ്ങളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ ചിത്രം പങ്കുവെച്ചു. കേട്ടോ, അതൊന്നും വേറെ വല്ല ചിത്രമാണെന്ന്. ആ കുട്ടി സ്വന്തം സമ്മതിയോടെ അഭിനയിച്ചപ്പം ബാലേന്ദ്ര മേനോൻ നമ്മുടെ ആ കുട്ടി ഷെയർ ചെയ്തതാണ്. അത് കാര്യമല്ല, അങ്ങനെ പറയരുത്. ആ കുട്ടി എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇന്നലെ ഒരു പ്രമുഖ ചാനൽ എന്നെ കളിയാക്കി വിമർശിച്ച് പറയാണ്, രാഹുൽ ഈശ്വറിന്റെ സൈഡിൽ കൂടെ നിൽക്കുന്ന ആൾ പോക്സോ കേസിൽ പ്രതിയായിരുന്നു. എന്ത് ഈസിയാണ് ഒരാളുടെ ജീവിതത്തിൽ. ഇനി എപ്പോഴും മുകേഷ് നായർ നടിച്ചു നോക്കിയാലോ ബാക്കിയൊരു ഈ പേരല്ലേ വരും.